100cc ബൈക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 150cc 180cc DTS എൻജിൻ വെച്ച് നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിനെ പിടിച്ചു കുലുക്കി ഇന്നും അതുപോലെ അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് നമ്മൾ ബജാജ് പൾസർ എന്ന് പറയുന്നത്. ബജാജ് പൾസർ കഴിഞ്ഞിട്ട് നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ പിടിച്ച സാധനമാണ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൊമിനർ 400. ഡൊമിനർ 400 400cc മാക്സിമം ടോർക്കും മാക്സിമം BHPയും തരുന്നൊരു വണ്ടി. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലൊരു തടിയന്. അത്രയും നല്ലൊരു വണ്ടി നമുക്ക് ഇറക്കിയിട്ട് എന്തുകൊണ്ട് ചേട്ടാ നിർത്തലാക്കി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഡൊമിനർ നിർത്തലാക്കിയിട്ടില്ല, അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ അവരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുലി എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഹെര പിടിക്കാൻ വേണ്ടി ഒന്നിച്ച് വൈകും. ആരും പേടിക്കേണ്ട, അവൈലബിൾ ആണ്. പുതിയ സ്പെക്കോട് കൂടിയിട്ട് 2025 2024 അവസാനം 2025 ആകുമ്പോഴത്തേക്ക് ഇറങ്ങുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എൻ്റെ കാൽക്കുലേഷൻസ് ആണ് ഞാൻ പറയുന്നത്. എൻ്റെ കാൽക്കുലേഷൻസിൽ ഞാൻ മനസ്സിലാക്കിയത് റൈഡ് ബൈ വയർ, ട്രാക്ഷൻ കൺട്രോൾ, മൾട്ടിപ്പിൾ റൈഡിങ് മൂഡ്സ് ഒക്കെ വെച്ചിട്ട് പുതിയൊരു ഗ്രാഫിക്സോടുകൂടി നമ്മളെ ഡൊമിനർ 400 ഉറപ്പായിട്ടും ഇറങ്ങും. ഡ്യൂക്കിലൊക്കെ ഉള്ളതുപോലെ തന്നെ നല്ലൊരു ഡിസ്പ്ലേ, പിന്നെ അതുപോലെ നാവിഗേഷൻ, ബ്ലൂടൂത്ത് ഫെസിലിറ്റി, ഇതെല്ലാം ഉറപ്പായിട്ടും നമ്മളെ വണ്ടിയിൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും വിഷമിക്കേണ്ട. വലിയ പ്രൈസ് ഹൈക്ക് ഒന്നും കാണത്തില്ല. പഴയ ഡോമിനെക്കാട്ടി ഒരു 10,000-15,000 ഇന്ത്യൻ മാർക്കറ്റിൽ കൂടത്തേ ഉള്ളൂ. കാരണം യൂത്തന്മാരെ പിടിച്ചു നിർത്തണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഡൊമിനർ ഒരിക്കലും നമ്മളെ വിഷമിപ്പിക്കാൻ പോകുന്നില്ല. വിഷമിക്കേണ്ട, വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അമ്മയായിട്ട് അടിയൊന്നും കൂട്ടരുത്. മര്യാദയ്ക്ക് പണിക്ക് പോയിട്ട് സാധനം വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ വണ്ടി വാങ്ങിച്ച് സേഫായിട്ട് റൈഡ് ചെയ്യുക. പോയി.